ഹോ, പെണ്ണുകാളെന്ന് പറഞ്ഞ എത്ര നേരം മസിലും പിടിച്ചേച്ചിരിക്കുന്നേ. വിശന്നിട്ട് വയറൊറ്റിപ്പോയി. എടി എങ്ങനെയുണ്ടെടി? ഇച്ചിരി കുരുമുളും കൂടി ഇട്ടേച്ചാ സംഭവം പൊളിച്ചെന്നെ കേട്ടോ. അതല്ല, ക്രിസ്റ്റഫർ പിന്നെ പൊളിയല്ലേ ചക്കൻ. ഇവക്ക് ഇഷ്ടപ്പെട്ട മോളെ പയ്യനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കെ ഇപ്പൊ എന്നതാ ഉള്ളേ? നല്ല കലക്കൻ ചെക്കനാ. പിന്നെ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു ആരാ ഒന്ന് തലയും കുത്തി വീഴാത്ത അല്ലേ? ഇച്ചായ, ഇത് ഇത്രയും നാളും പറഞ്ഞ പോലെയല്ല. ഇതെനിക്ക് ശരിക്കും ഇഷ്ടായി. ദേ, ഈ മാരേജിന് ഞാൻ ഓക്കെ ആണേ. അപ്പൊ കാര്യങ്ങളൊക്കെ സ്പീഡായിക്കോട്ടെ. റെഡി? ആ പോകുന്ന ആരാന്ന് നോക്കിയടാ. ഇതാ മറ്റവനല്ലേ, ജോസ്? നമുക്ക് അവനെ അങ്ങ് തട്ടിയാലോ? ഇതാകുമ്പോ ജസ്റ്റ് ആൻ ആക്സിഡന്റ്. ബാക്കി നമുക്ക് ഹോട്ടലിൽ നോക്കാം. സ്പീഡിൽ പോ. ഇവിടെ ആകുമ്പോ ആളൊഴിഞ്ഞ സ്പോട്ടാണ്. കീച്ചടാ. എസ്റ്റേറ്റ് എത്തട്ടെ. സത്യം പറ, ഇതെന്നാ പറ്റിയതാ? ഞാൻ പറഞ്ഞല്ലേ, ബൈക്കൊന്ന് സ്കിഡായതാ. ചുമ്മാ സ്കിഡാവോ? പിന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ബൈക്കിനങ്ങ് തോന്നി എന്നെ ഒന്ന് മറിച്ചിടാ. പിന്നെ പെട്രോളിന്റെ വില കൂടിയതിന്റെ പ്രതികാരം. നല്ല ബെസ്റ്റ് കോമഡി. വീണപ്പ കിട്ടാ നിനക്ക്? മൊത്തം മുറിഞ്ഞല്ലോ ഇത്. അവിടെ കൊറേ ചേട്ടന്മാര് തോട്ടത്തിൽ വെച്ച് വിളിച്ചു. എന്നിട്ട് അവരെന്റെ കയ്യിലൊക്കെ കേറി പിടിച്ചു. ഞാൻ പേടിച്ചോടി വന്നതാ. വെള്ളം കുടിച്ചേ. ആ കൊച്ചിനെന്തിനാടാ നീയൊക്കെ പേടിപ്പിച്ചേ? ചുമ്മാ ഒരു തമാശക്ക് ചെയ്തല്ലേ പെട്ടി. ആ കൊച്ചോടും നമ്മളറിഞ്ഞു.
വണ്ടിയുടെ തിളപ്പൊക്കെ മാറിയടാ ഫ്രണ്ടിയുടെ ഉണ്ടകളെ. എടാ ഇതാണ് ആണുങ്ങളുടെ കൈക്ക് വന്ന് പെട്ടാലുള്ള ഗുണം. ഇനി കണ്ട പൊടിയും വലിച്ചു കയറ്റി നീ ഇവിടെ വന്നാൽ നിന്റെ ഉമ്മാറൻ കിടുങ്ങാൻ വേണ്ടി ഞാൻ തല്ലി പിടിക്കും. ഞങ്ങളെ നാട്ടുകാർ ബേബിച്ചന്റെ വില കളയാൻ നടക്കും. നിനക്കൊക്കെ നാണാവും. മത്സംഗമാസനായിരുന്ന എന്തായി തീരുവെന്തോ. കർത്താവേ, ഇത് നമ്മുടെ ബേബിച്ചന്റെ അനിയനല്ലയോ? അതെ സാറേ. ഇത് കളി മാറും. എന്നാ കോപ്പിലെ പരിപാടിയാണ് അവിടെ? നിയമം കയ്യിലെടുത്താലുണ്ടല്ലോ എല്ലാത്തിനും ഞാൻ ചവിട്ടി കുഴയ്ക്കും, മനസ്സിലായോ? തല്ലി ചതച്ചതും പോരാ, കെട്ടിയിട്ടേക്കോ അല്ലേ? മാറി നിൽക്കണം കൊണ്ട് എല്ലാവരും കൂടി നിൽക്കുക. അയച്ചു വിടറോ? ഏതവനാണോ ഇവരെ തല്ലിയത്? ഞാനാ. ജീപ്പ് കയറാ. അതിന് ഈ വണ്ടി പോരെ സാറേ. ജോസ് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും തല്ലിയത്. സാറേ തൽക്കാലം അവന്മാരെ കൊണ്ട് പോ. കൊല്ലേണ്ടതാ ഇവന്മാരെ. ഞങ്ങള് വേണ്ടാന്ന് വെച്ചിട്ടാ. നീ ആരാടി? ഷോ ഒന്നും വേണ്ട സാറേ, ഇത് കേസ് വേറെയാ. ഓ, ബേബിച്ചന്റെ അനിയനാന്നുള്ള വാത്സല്യം കാണിക്കാൻ നിൽക്കണ്ട. നാളെ ഞായറാഴ്ച, പിന്നെ തിങ്കളാഴ്ച കാലത്ത് സാക്ഷികളെ കൊണ്ട് ഞങ്ങൾ കോടതിയിലേക്ക് വന്നോളാം. അതുവരെ ഇവൻ സാറിന്റെ സ്റ്റേഷൻ കസ്റ്റഡി തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ മാത്ത സാർ വിവരാതെ ഞങ്ങളങ്ങ് വരും. കൂടെ നാട്ടുകാർ മൊത്തം ഉണ്ടാവും. അപ്പൊ മാത്ത സാർ ചെല്ല്. നിന്നെ ശരിയാക്കി തരാടാ. സാറേ, ഇവന്മാര് വന്ന വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം. വണ്ടി എടുത്ത് സ്റ്റേഷൻ കൊണ്ടിടൂ. ഇവന്മാരെ എല്ലാരെയും പിടിച്ച് വണ്ടിയെ ബാക്കിയുള്ള പോലീസിനെ അവന് പിന്നെ കൊടുക്കാടാ. സ്വർഗമായിരുന്നു സാറേ ഞങ്ങളുടെ വീട്. കണ്ണീരും കഷ്ടപ്പാടും ഒരുക്കി ഞാൻ ഉണ്ടാക്കിയെടുത്തതാ സാറേ ഇതൊക്കെ. അതാണ് അവൻ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. ഒരു കാര്യം ഉറപ്പാ സാറേ, ഇതിൻ്റെ ഒടുക്കം ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. സാറിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. പക്ഷേ ഇവിടെ പോലീസ് നിയമമൊക്കെ ഇല്ലേ? നിനക്ക് ചുമ്മാ തമാശ. ഇവിടെ അമ്മച്ചിയും ജിൻസിയൊക്കെ ആകെ പേടിച്ചിരിക്കുക. കേസ് അത്ര സ്ട്രോങ് ആക്കണ്ടെന്നാ ക്ലബ്ബുകാരുടെ തീരുമാനം. എന്നതായാലും ട്രീസ കൊച്ചിനൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന് കിടപ്പുണ്ട്. ഉള്ളതാടി, ഞാനൊരു അധ്യാപകനാകാൻ പോവാ അവിടെ കുട്ടമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഏയ് വേണ്ട, നീ ഇത്ര ചാടിക്കറി ലീവൊന്നും എടുത്ത് വരണ്ട. ഞാനൊന്ന് ജോയിൻ ചെയ്തോട്ടെ. ആ ഒരു സെക്കൻഡേ. ആ എടി, ഞാൻ വിളിക്കാം. നീ വെച്ചേരും. ബൈ. അമ്മച്ചിക്ക് തന്നെതാ. എടാ, ബേബി അവൻ്റെ അനിയനും ഒക്കെ കാശും ആളും സ്വാധീനം ഒക്കെ ഉള്ളവരാ. നാട്ടുകാർക്ക് വേണ്ടി ഓരോന്നിൽ എടുത്തിയാടി ഇറങ്ങിയിട്ട് ഒടുക്കം നീ മാത്രം അവരുടെ ശത്രുവാകും. ഒന്നിനും മടിക്കാത്ത കൂട്ടരാ അവര്. നീ ആശിച്ച് മോഹിച്ച് കാത്തിരുന്നൊരു ജോലി കിട്ടിയ സമയമായത്. കുഞ്ഞോനെ, നിനക്കെന്തേലും വന്നാല് ഞാനും ഈ കൊച്ചും പിന്നെ ജീവനോടെ ഇരിക്കുകയല്ല.